കൃത്യമാണ്. താങ്കൾ KNM ജില്ലാ സെക്രട്ടറിക്ക് അയച്ച മറുപടി കത്ത് കിട്ടി. ജില്ലാ സെക്രട്ടറിക്കാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. ആ മറുപടി കത്ത് കിട്ടി. അതുകൊണ്ട് 2 ഡേറ്റ് 4/10 സാധ്യമല്ല. നമ്മൾ 2 ഡേറ്റ് അറിയിച്ചിരുന്നു. അതിൽ 4/10 സാധ്യമല്ല. അല്ല, ഒരു ഡേറ്റ് 4/10 സാധ്യമല്ല, 11/10/2009 സാധ്യമാണ് എന്ന് പറഞ്ഞിട്ട് എഴുത്തു തന്നത് താങ്കൾ KNM ജില്ലാ സെക്രട്ടറിക്ക് അയച്ച മറുപടി കത്ത് കിട്ടിയതാണ്. അപ്പം KNM ജില്ലാ സെക്രട്ടറിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നസീർ സാഹിബ് കത്തയച്ചിട്ടുള്ളത് എന്നാണ് സ്വാഭാവികമായിട്ടും ഇത് കിട്ടിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളെപ്പോലുള്ള ഒരു വിഭാഗവുമായി ഏറ്റുമുട്ടിയിട്ട് അഡ്രസ് ഉണ്ടാക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കൃത്യമായി അഡ്രസ് ഉണ്ട്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, താങ്കളുടെ പക്ഷത്തുള്ള ആളുകൾ അങ്ങനെയല്ല എന്ന് ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ സംഘടനയിൽ നിന്ന് തന്നെ നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങളും വിലക്കുകളും അതോടൊപ്പം തന്നെ അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ വെച്ച് നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിലൊക്കെ വളരെ കൃത്യമാണ്. നിങ്ങൾക്കിടയിൽ തന്നെ 2, 3, 4 കക്ഷികളുണ്ട് എന്ന്. അവരുടെ പേരുകളൊന്നും ഇപ്പൊ മടവൂരികൾ എന്ന് പറയുമ്പോൾ തിരിച്ചു വേണമെങ്കിൽ ഞങ്ങൾക്ക് അതേ രീതിയിൽ പറയാം. പക്ഷെ ഞങ്ങളുടെ സംസ്കാരം അതിന് യോജിക്കാത്തത് കൊണ്ട് ആ രീതിയിൽ പറയുന്നില്ല. ഇവിടെ രേഖ സംസാരിക്കുന്നത് ജില്ലാ സെക്രട്ടറിക്ക് എഴുത്ത് കൊടുക്കുന്ന, ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ എഴുത്ത് കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് മറുപടി തരുന്നത്. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച തുടങ്ങേണ്ടത് ആദ്യമായി ആര് തമ്മിലാണ് ഈ സംവാദം നടക്കുന്നത് എന്ന് എഴുതിക്കൊണ്ടായിരിക്കണം. എന്നിട്ട് ആ സംവാദത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, അഥവാ ഇപ്പോൾ ഈ കരാറ് എഴുതാൻ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് എഴുതി ഒപ്പുവെക്കണം. അവര് പങ്കെടുക്കുന്ന ആളുകൾ എഴുതി ഒപ്പുവെക്കണം. എന്നിട്ട് നമുക്ക് വിഷയം നിർണ്ണയിക്കാം, സംവാദത്തിന്റെ രീതി നിർണ്ണയിക്കാം, ഡേറ്റ് നിർണ്ണയിക്കാം, സ്ഥലം നിർണ്ണയിക്കാവുന്നതാണ്. അപ്പൊ ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന KNM-ഉമായിട്ടാണ് ഞങ്ങൾ സംവദിക്കാൻ വന്നിട്ടുള്ളത്. അതല്ലാതെ ഏതെങ്കിലും വ്യക്തികളുമായിട്ടല്ല ഞങ്ങൾ സംവദിക്കാൻ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ അഡ്രസ്സുള്ള നിങ്ങളുമായിട്ട് സംവദിക്കാൻ, എന്നിട്ട് ഞങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കാനാണ് എന്ന് വേണമെങ്കിൽ വാദത്തിന് സമ്മതിച്ചോ. എന്നാൽ പോലും ഈ സംവാദം എന്ത് ചെയ്യാതെ പോകരുത്, നടക്കാതെ പോകരുത്. കാരണം കൃത്യമായി നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകൾ, നിങ്ങളുടെ പക്ഷത്തുള്ള പണ്ഡിതന്മാർ കൃത്യമായി പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന്, പ്രാർത്ഥന, ജിന്ന്, സിഹ്ർ ഈ വിഷയങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങളിൽ തന്നെയുള്ള പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് തിരുത്താൻ അബ്ദുറഹ്മാൻ സലഫിയെ പോലെയുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്ന സാഹചര്യവുമാണ്. ആ രീതിയിൽ സംവാദം മുന്നോട്ട് പോകണം. അഥവാ KNM-ഉമായിട്ട് AP അബ്ദുൽ ഖാദർ മൗലവിയും TP അബ്ദുൽ റഹ്മാനും നേതൃത്വം നൽകുന്ന KNM-ഉമായിട്ട് സംവദിക്കുക. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വീണ്ടും പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇദ്ദേഹം വായിക്കുന്ന കത്ത് KNM-ന്റെ കത്തല്ല, നിങ്ങൾ ജില്ലാ സെക്രട്ടറിക്ക് അയച്ച കത്ത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നസീർ സാഹിബ് എഴുതിയ കത്താണ് അദ്ദേഹം വായിക്കുന്നത്. നസീർ സാഹിബ് എഴുതിയ കത്താണ് നിങ്ങൾ ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്ത കത്ത് കിട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം വായിക്കുന്നത്. അല്ല, ജില്ലാ സെക്രട്ടറി നിങ്ങൾക്ക് തന്ന കത്തല്ല, അത് വ്യക്തമാകണം. ഒന്ന് മനസ്സിലാക്കണം. നസീർ സാഹിബ് നിങ്ങൾക്ക് തന്ന കത്തിലാണ് നിങ്ങൾ ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്ത കത്ത് കിട്ടി എന്ന് പറഞ്ഞത്. അത് എന്തുകൊണ്ട് പറഞ്ഞു? ഒന്നാമത്തെ കത്തിന് മറുപടി പറയുമ്പോൾ തന്നെ അത് കൃത്യമായി വ്യക്തമായിട്ടുള്ളതാണ്, അതിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ജില്ലാ സെക്രട്ടറി നിങ്ങളുമായി കത്ത് കൈമാറുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വാദപ്രതിവാദത്തിന് ഏറ്റെടുത്തത് ഞങ്ങളാണ്. നിങ്ങൾ ആ വാദപ്രതിവാദം നടത്തിക്കിട്ടുവാൻ വേണ്ടിയാണ് ജില്ലാ സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുള്ളത്. ജില്ലാ സെക്രട്ടറി ഞങ്ങൾക്ക് കത്ത് കൈമാറി. നിങ്ങൾ എഴുതുന്ന ഏത് കത്താണെങ്കിലും ജില്ലാ സെക്രട്ടറി ഞങ്ങൾക്ക് കൈമാറും. ആ കൈമാറിയ കത്ത് നസീർ സാഹിബ് വഴി നിങ്ങൾക്ക് മറുപടി തരും. അങ്ങനെ തന്നെയാണ്. അല്ല, നിങ്ങൾ നസീർ സാഹിബിന് ഇതുവരെ കത്ത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം നാസർ സലഫി എന്ന് പറഞ്ഞ് നിങ്ങൾ കത്ത് തന്നപ്പോൾ നിങ്ങൾക്ക് നാസർ സലഫിക്കാണ് ഞങ്ങൾ കത്ത് തരുന്നത്. നാസർ സലഫിക്കാണ് ഞങ്ങൾ കത്ത് കൊടുക്കുന്നത്. നാസർ സലഫിക്കാണ് കത്ത് കൈമാറുന്നത്. ഇനി അത് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട് അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം നടത്തിവരുന്ന കരാറുകൾ അതുമായി അറിവുള്ള ബോധ്യപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളാണെങ്കിൽ അവർക്ക് വ്യക്തമാകും. ഒരു വ്യക്തി തരുന്ന കത്തിന് വ്യക്തിപരമായി തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു പ്രസ്ഥാനം തരുന്ന കത്ത് പ്രസ്ഥാനപരമായി തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. പ്രസ്ഥാനവും വ്യക്തിയും ആ രൂപത്തിലാണ് സംവാദം നടന്നിട്ടുള്ളത്.
പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ തിരുത്ത് നടക്കുന്നു, അതുപോലെ തന്നെ ചില ആളുകൾ രംഗത്ത് വരുന്നു, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എന്നൊക്കെ വാക്കുകൾക്കിടയിൽ സമർത്ഥിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. സമാധാനത്തിന് അത് നല്ല ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഊർജ്ജം കിട്ടിയാലല്ലേ നിങ്ങൾക്കും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും അത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ട് എന്ന് പറയുന്ന നിങ്ങൾ റൌഫ് മദനിയെ മറക്കാൻ പാടില്ല, ചെറിയ മുണ്ടത്തെ മറക്കാൻ പാടില്ല. നിങ്ങളുടെ നിലപാടുകൾ, ഈ ഇരിക്കുന്ന അലിമദനിയുടെ നിലപാടുകളെ പോലും ശക്തമായി എതിർത്തുകൊണ്ട് അവർ സംസാരിക്കുന്ന ക്ലിപ്പുകളും സംസാരങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ഞങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. അപ്പൊ ആ ജാതി വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോകാനല്ല നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. അത് നമുക്ക് ഒരുപാട് പറയാം. വേണ്ടി വന്നാൽ വാദപ്രതിവാദത്തിലും അതാവാം. ചർച്ചകൾ നടത്തുമ്പോൾ, വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആ രംഗത്ത് നമുക്ക് കാര്യങ്ങൾ പറയേണ്ടി വരും. അവിടെ നമുക്ക് പറയാം, യാതൊരുവിധ പ്രശ്നവുമില്ല. ഇവിടെ ഈ കരാറിന് ഞാൻ എത്തിയിട്ടുള്ളത് യാസ്മിൻ ഈ സലഫി സെന്ററിൽ വെച്ചുകൊണ്ട് വെല്ലുവിളിച്ച വെല്ലുവിളിയുടെ വാദപ്രതിവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച്, ശരി ഞങ്ങൾ തയ്യാറാണ്, ഈ സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാർ അതിന് തയ്യാറാണ്, യാസ്മിനെ സംബന്ധിച്ചിടത്തോളം മറുഭാഗത്തെ പണ്ഡിതന്മാർ കൊണ്ടുവരാൻ അദ്ദേഹം തയ്യാറുണ്ടെങ്കിൽ അത് നിങ്ങളുമായി വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഞാൻ ഈ കരാർ എഴുതാൻ ഒത്തൊരുമിച്ചുള്ളത്. ഈ കരാർ ഇനി നിങ്ങൾക്ക് ഈ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ, ഞങ്ങൾക്ക് ഈ രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നിങ്ങൾ എഴുതി വെച്ച് പിരിഞ്ഞു പോകാം, യാതൊരുവിധ പ്രശ്നവുമില്ല. നേരെ മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ സലഫി സെന്ററിൽ വെച്ചുകൊണ്ട് യാസ്മിനെ നിർത്തിക്കൊണ്ട് അദ്ദേഹം ആ സമയത്ത് തന്നെ കരാർ എഴുതണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അതിന് നിൽക്കാതെ അദ്ദേഹം കൂടിയാലോചിച്ച് പിന്നെ വരാം എന്ന് പറഞ്ഞു പോയി എന്ന നിലപാട് സ്വീകരിച്ച് അങ്ങനെ ആ ചർച്ചയുടെയും ആ എഴുത്തുകുത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൂടിയ ഈ സമയത്ത് നിങ്ങൾ സാങ്കേതികത്വം വലിച്ച് എടച്ചുകൊണ്ട് ഒരിക്കലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. യാസ്മിൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വാദപ്രതിവാദം അന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. ശരി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വാദപ്രതിവാദത്തിന് ഒരുക്കമാണ്, ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നാസർ സലഫിയുടെ കത്ത് ഞങ്ങൾക്ക് കൈമാറിയിട്ടുള്ളത്. അങ്ങനെ അതുമായിട്ടാണ് പിന്നെ എഴുത്തുകുത്തുകൾ നടന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കരാർ എഴുതാൻ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ അതിനുവേണ്ടി ഒത്തൊരുമിച്ച സദസ്സാണ്. അതുകൊണ്ട് വാദത്തിലേക്ക് പോവുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി സമയം അധികമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് ചെയ്തെടുക്കാനുണ്ട്. ഇതുമായി മാത്രം മെനഞ്ഞുകൂട്ടി ഇരിക്കാൻ ഉള്ളതല്ല, ഞങ്ങൾക്ക് വേറെയും പരിപാടികളുണ്ട്. അതുകൊണ്ട് കാര്യമുള്ള കാര്യത്തിലേക്ക് കടക്കണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. യഥാർത്ഥത്തിൽ വളരെ വ്യക്തമായ ഒരു ഒളിച്ചോട്ടമാണ് നടത്തുന്നത് എന്ന് ഞാൻ വ്യക്തമാക്കി. നിങ്ങൾ അഡ്രസ് ഇല്ലാത്തവരാണ് എന്ന് 1000 വട്ടം ആവർത്തിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കരുതുന്നത് നിങ്ങൾക്കെങ്കിലും അഡ്രസ് ഉണ്ടാകുമെന്നാണ്. ആ അഡ്രസ്സിൽ നിങ്ങൾ വരുമെന്നാണ് കരുതിയത്. ഇപ്പോൾ 2 കൂട്ടർക്ക് അഡ്രസ് ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ. ഏതായാലും ഞങ്ങൾക്ക് അഡ്രസ് ഉള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഒരു അഡ്രസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ നിങ്ങളത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം തന്ന ഈ കത്തിന് മറുപടി ആയിക്കൊണ്ട് നിങ്ങളുടെ ഈ സംവാദത്തിന് ഞങ്ങൾ ഈ രീതിയിലുള്ള കത്തിന് ഒരുക്കമല്ല, ഇത് നിങ്ങൾ നിരസിക്കൂ, മറിച്ച് ഞങ്ങൾ AP അബ്ദുൽ കലാമിനോട് നേരത്തെ അല്ലാതെ വെറും പണ്ഡിതന്മാരായിട്ട് ഞങ്ങൾ വെറും വ്യക്തികളായിട്ട് വരാം എന്ന് നിങ്ങൾ എന്താ മറുത്തു പറയട്ടെ? മറിച്ച് പറഞ്ഞതല്ല എന്താ, താങ്കൾ അയച്ച കത്ത് ജില്ലാ സെക്രട്ടറിക്ക്, താങ്കൾ അയച്ച കത്ത് ബഹുമാനുള്ള ജില്ലാ സെക്രട്ടറി, താങ്കൾ അയച്ച കത്ത് എനിക്ക് അവിടെ കിട്ടി, ഇങ്ങനെ ഈ രീതിയിലാണ് അത്രയും ജില്ലാ സെക്രട്ടറി. അപ്പൊ ഞങ്ങൾ അർത്ഥത്തെ തിരിച്ചു പറയാമായിരുന്നല്ലോ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ജില്ലാ സെക്രട്ടറി കത്തയക്കുന്നത്? നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ വ്യക്തിപരമായിട്ട് വരാമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ ഏതെങ്കിലും ആ വേദിയിൽ എവിടെയെങ്കിലും വെച്ച് ഞങ്ങൾ വ്യക്തിപരമായിട്ട് സംവദിക്കാൻ വരാൻ നല്ലതാണ്. നിങ്ങൾ വ്യക്തികളെ കൊണ്ടുവരൂ, ഞങ്ങൾ സംവദിക്കാൻ തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികം ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഞങ്ങളാണ് അഡ്രസ് ഇല്ലാത്തവർ, ഞങ്ങൾ അഡ്രസ് ഇല്ലാതെ വരാം. അപ്പോൾ എന്താ നിങ്ങളുടെ ആ ഉച്ചകോളിൽ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാകുമെന്നാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് യാസ്മിൻ, വള്ളക്കടവ് താമസം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ യാതൊരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ല, മറുവിഭാഗത്തിനാണ് വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ആര് സംവാദത്തിന് ക്ഷണിച്ചാലും, ചേകന്നൂരുകളാകട്ടെ യുക്തിവാദികളാകട്ടെ, ആര് സംവാദത്തിന് ക്ഷണിച്ചാലും ആ സംവാദ ക്ഷണം സ്വീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരായിരുന്നു മുജാഹിദുകൾ. എന്നാൽ 2007 മാർച്ച് 22-ാം തീയതി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഒരു സംവാദ കത്ത് ലഭിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അത്തരത്തിലൊരു സംവാദത്തിന് തയ്യാറായില്ല? ഇന്ന് നിങ്ങൾ ഈ പരാമർശിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും ജീവിച്ചിരിപ്പുള്ളവരാണ്. അവരെക്കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാദങ്ങൾക്ക് പകരം അവരുമായിട്ട് ഒരു വിമേശയ്ക്ക് ചുറ്റിനു വരുന്ന സംവദിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇതപ്പോ ആരോടെ ചോദിക്കണമെന്ന് എന്റെ സുഹൃത്ത് മനസ്സിലാക്കണം. എന്തായാലും കുറച്ചു കാലൊക്കെ ഇവിടെയൊക്കെ നടന്നതാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് മുജാഹിദുകളെ സംബന്ധിച്ച് നന്നായി അറിയാം, മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദം എന്ന് കേട്ടുമ്പോൾ കിലുകിലാ പറച്ച് ഇറങ്ങി ഓടുന്ന ഒരു കൗമാണ് എന്ന് ആരെങ്കിലും ചെവിയിൽ മന്ത്രിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഈ രൂപത്തിൽ നാം മനസ്സിലാക്കേണ്ടത്